മുഖ്യമന്ത്രിക്ക് അനുകൂലമായ മൊഴി നൽകാൻ വേണ്ടി അവരെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഫോണിൽ സ്വാധീനിച്ചതിൻ്റെ ശബ്ദരേഖ വെളിയിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ശബ്ദരേഖ വേറൊരു കോൺഗ്രസ് നേതാവുമായുള്ളതാണ്. ആ നേതാവാകട്ടെ നമ്മുടെ ഈ സഭയിലെ ഒരു ബഹുമാന്യ അംഗവുമാണ്. അദ്ദേഹം ഈ സഭയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുമാണ്. പക്ഷേ ആ സോളാർ കേസിലെ പ്രതിയായ വനിതയുമായി സംസാരിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതി നമ്മളൊക്കെ കണ്ടതല്ലേ? എത്ര പതുങ്ങി അടഞ്ഞ ശബ്ദത്തിൽ വിനീത വിധേയനായല്ലേ അവരുടെ ചോദ്യങ്ങളെ നേരിട്ടത്. ആ സിംഹത്തിൻ്റെ ജാടയും സടയും ഒക്കെ കൊഴിഞ്ഞ് ഒരു പൂച്ചയെപ്പോലെ സരിതയുടെ മുന്നിൽ നിന്ന് പരുങ്ങുന്നത് നമ്മൾ കേട്ടതല്ലേ? എന്ത് നാണക്കേടാണ് സാർ ഇത്! ഈ പുകിലുകളൊക്കെ ഉണ്ടായപ്പോൾ മാണി മുതൽ ബാബു, ഉമ്മൻചാണ്ടിയും വരെയുള്ളവർ പറഞ്ഞത് എന്താണ്? ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ ഗൂഢാലോചന എന്ന്. സാർ, പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ചില ആളുകൾ വരാറുണ്ട്, EM പൂശാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഏതാണ്ട് ഇതേപോലെ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെയും മാണിയുടെയും ഒക്കെ കാര്യം. ഗൂഢാലോചനയുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഈ കൂട്ടർ. ഏത് ഗൂഢാലോചനയും ഏറ്റെടുക്കുമെന്ന മട്ടിൽ. സാർ, ഉമ്മൻചാണ്ടി നാണമെന്ന വാക്ക് ശബ്ദതാരാവലിയിൽ എങ്കിലും ഒന്ന് നോക്കട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ താങ്കൾ എന്നേ രാജിവെച്ചു പോകുമായിരുന്നു. കാരണം നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പോഴന്മാരാക്കിക്കൊണ്ടല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരുന്നത്. സാർ, ഇങ്ങനെ നുണകൾ മാത്രം പറയുകയും നുണകളിൽ ഉണ്ണുകയും നുണകളിൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാർ? ഏതായാലും നുണകൾ പറയുന്ന കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നേ ലിംഗം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച് കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് തകർക്കാൻ പറ്റില്ല.